മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്പൈഡർ വെബ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രിസ്റ്റൽ റേഡിയോ ഉണ്ടാക്കാമോ എന്ന്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു സ്പൈഡർ വെബ് കോയിൽ ഉണ്ടാക്കാമെന്നും അത് വെച്ച് ഒരു ക്രിസ്റ്റൽ റേഡിയോ എങ്ങനെ നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് സ്പൈഡർ വെബ് കോയിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പഴയ CD ആണ്. എന്നിട്ട് ഈ CDനെ 9 സെക്ടറുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ CD കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ CDയുടെ പുറത്തായിട്ട് കുറച്ച് ഹോളുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലേക്ക് ചെമ്പ് കമ്പി കടത്തി വെച്ചുകൊണ്ടാണ് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു പഴയ ട്രാൻസ്ഫോമറിൽ നിന്നും എടുത്ത ചെമ്പ് കമ്പിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 24 ഗേജിൻ്റെ കോപ്പർ വയറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മോട്ടോർ വൈൻഡ് ചെയ്യുന്ന കടകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ഈ CDയിലേക്ക് കോപ്പർ വയർ നന്നായിട്ട് വൈൻഡ് ചെയ്തെടുക്കാം. ഈ കോപ്പർ വയർ ചുറ്റുമ്പോൾ ഒരു ഭാഗത്തും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ചുറ്റി വരണം. അതുകൊണ്ടാണ് 9 സെക്ടറുകളായിട്ട് ഞാൻ ഈ CDനെ ഡിവൈഡ് ചെയ്തത്. ഈ CDയിലേക്ക് ചെമ്പുകമ്പി ചുറ്റുമ്പോൾ അവിടെ ഒരു സ്പൈഡർ വെബ് പോലെ രൂപപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ കോയിൽ ചുറ്റി പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പൈഡർ വെബ് പോലെ കോയിൽ രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഏകദേശം 30 ചുറ്റുകൾ ഉള്ള കോയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സ്പൈഡർ വെബ് കോയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രിസ്റ്റൽ റേഡിയോ ഉണ്ടാക്കാനായി ബാക്കി എന്തൊക്കെ വേണം എന്ന് നോക്കാം. മൾട്ടിവുഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രിസ്റ്റൽ റേഡിയോയുടെ ഫ്രെയിമാണിത്. ഇതിലാണ് സ്പൈഡർ വെബ് കോയിലും മറ്റ് കമ്പോണൻറ്റുകളും അസംബിൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ക്രിസ്റ്റൽ റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിലെ കോയിലാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത സ്പൈഡർ വെബ് കോയിൽ. റേഡിയോ സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്യുന്നതിനായിട്ട് ഒരു വേരിയബിൾ കപ്പാസിറ്ററും ആവശ്യമുണ്ട്. ഇത് PVC ടൈപ്പ് വേരിയബിൾ കപ്പാസിറ്ററാണ്. ഇവിടെ ഈ PVC കപ്പാസിറ്ററിന് പകരം ഒരു മെറ്റൽ ഗാങ് വേരിയബിൾ കപ്പാസിറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന വേരിയബിൾ കപ്പാസിറ്ററാണിത്. വാൽവ് റേഡിയോകളിലായിരുന്നു ഈ മെറ്റൽ ഗാങ് വേരിയബിൾ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജെർമേനിയം ഡയോഡാണ്. OA79 എന്ന ജെർമേനിയം ഡയോഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓഡിയോ ഫിൽട്ടറിങ്ങിനായിട്ട് 1 നാനോ ഫാരഡിൻ്റെ സെറാമിക് കപ്പാസിറ്ററും 47 കിലോ ഓംസിൻ്റെ ഒരു റെസിസ്റ്ററും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നേരത്തെ കാണിച്ച സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചുകൊണ്ട് ഓരോ കമ്പോണൻസും ഈ റേഡിയോ ഫ്രെയിമിലേക്ക് നമുക്ക് അസംബിൾ ചെയ്യാം. ആദ്യം ഞാൻ അസംബിൾ ചെയ്യുന്നത് ഓഡിയോ ഫിൽട്ടർ സെക്ഷനും പിന്നെ ഡയോഡ് റെക്ടിഫയർ സെക്ഷനുമാണ്. റിസീവ് ചെയ്ത റേഡിയോ സിഗ്നലിൽ നിന്നും അതിലെ ഓഡിയോയെ ഡിറ്റക്റ്റ് ചെയ്തത് ഈ ജെർമേനിയം ഡയോഡാണ്. ഇനി ഓരോരോ കമ്പോണൻസും നമുക്ക് അസംബിൾ ചെയ്യാം.
ഞാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഗ്യാങ്ഡ് കപ്പാസിറ്ററാണ്. എന്ന് വെച്ചാൽ 2 വേരിയബിൾ കപ്പാസിറ്ററുകൾ ഒരേ ഷാഫ്റ്റിൽ തിരിയുന്നതിനെയാണ് ഗ്യാങ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഈ 2 വേരിയബിൾ കപ്പാസിറ്ററുകളെയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ കൂടുതൽ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടും. ഒരു വയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പാരലലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ റേഡിയോയുടെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഓഡിയോ സിഗ്നൽ നമുക്ക് കേൾക്കണമെങ്കിൽ അവിടെ ഒരു ആംപ്ലിഫയറും കൂടെ യൂസ് ചെയ്യണം. LM386 എന്ന ഓഡിയോ IC ആംപ്ലിഫയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ റേഡിയോയുടെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. രണ്ട് മരങ്ങളിലായിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു മെറ്റൽ വയറാണ് ഞാൻ ആൻറ്റനയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ക്രിസ്റ്റൽ റേഡിയോ ആൻറ്റന മേക്കിംഗ് വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ആൻറ്റന വയർ നമുക്ക് നേരെ എടുത്ത് ക്രിസ്റ്റൽ റേഡിയോയുടെ ആൻറ്റന ഇൻപുട്ടിലേക്ക് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു മെറ്റൽ എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് വയർ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ മെറ്റലിനെ ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്തി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് ഉപ്പുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഉപ്പുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഭൂമിയുമായിട്ട് നല്ലൊരു പ്രോപ്പർ കോണ്ടാക്റ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഈ മെറ്റൽ റോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെ മറ്റേ അറ്റം ക്രിസ്റ്റൽ റേഡിയോയിലേക്കും നമുക്ക് കൊടുക്കാം. ഓഡിയോ ആംപ്ലിഫയർ ഓണാക്കിയതിന് ശേഷം ഈ ക്രിസ്റ്റൽ റേഡിയോയിലെ വേരിയബിൾ കപ്പാസിറ്റർ സാവധാനം തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില റേഡിയോ സ്റ്റേഷനുകൾ ലിസൺ ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരം ആകാശവാണി AM റേഡിയോ സ്റ്റേഷനാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. Union Home and Cooperation Minister Amit Shah flags off Tiranga Yatra as part of Meri Mati Mera Desh campaign from Katlodia, Ahmedabad city. India to take on issues of climate financing and funds for... ഇതിലെ ആന്റിന വയർ റേഡിയോയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം ക്രിസ്റ്റൽ റേഡിയോയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിന ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. Rainfall over Uttarakhand, Himachal Pradesh, Bihar and Sikkim till tomorrow. India 89 deaths. And in cricket, India to clash with the West Indies in the 5th and final T20 match this evening in Florida, USA. The
Har Ghar Tiranga campaign to bolster the sense of patriotism within citizens kicked off today. സ്പൈഡർ വെബ് കോയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിസ്റ്റൽ റേഡിയോ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.